നമസ്കാരം, വെൽക്കം ടു ആപ്പിൾ സ്റ്റോറി ക്ലബ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ വളരെ ആസ്വദിച്ചു വായിച്ചിരുന്ന ബാലകഥകൾ അതെഴുതിയിരുന്ന ഒരു എഴുത്തുകാരനാണ് KV രാമനാഥൻ എന്ന അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ഫാൻറ്റസിയും അഡ്വഞ്ചറും ഒക്കെ കലർത്തിയാണ് അദ്ദേഹം കഥകൾ എഴുതിയിരുന്നത്. ഒരു പക്ഷേ ഇന്ന് നമ്മൾ പല സയൻസ് ഫിക്ഷൻസിലും കാണുന്ന തീമുകൾ അന്ന് അദ്ദേഹം തൻ്റെ ബാലസാഹിത്യ കൃതികളിൽ ആവിഷ്കരിച്ചിരുന്നു. അത് നമ്മുടെ നാട്ടിലെ കുട്ടികൾ വളരെ ആവേശത്തോടുകൂടി വായിക്കുകയും ചെയ്തിരുന്നു. ഞാൻ കുറച്ചു നാളായിട്ട് അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു. പക്ഷെ അതിൻ്റെ പ്രിന്റ്, അതിൻ്റെ കോപ്പീസ് പലയിടത്തും കിട്ടാനില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കോപ്പീസ് വീണ്ടും മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്, നമ്മുടെ പുസ്തകശാലകളിൽ എത്തിയിട്ടുണ്ട്. മാതൃഭൂമി ബുക്സിന്റെ മിന്നാമിന്നിയാണ് ആ പുസ്തകങ്ങൾ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ KV രാമനാഥൻ എന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനും പ്രശസ്തനായ ബാലസാഹിത്യകാരൻ എഴുതിയ ചില പുസ്തകങ്ങളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ നിന്നുള്ള പുസ്തകങ്ങൾ അത്ഭുത നീരാളി, പിന്നെ അത്ഭുത വാനരന്മാർ. ശരിക്കും പറഞ്ഞാൽ ഈ അത്ഭുത വാനരന്മാർ എന്നുള്ള പുസ്തകത്തിന്റെ രണ്ടാം ഭാഗമാണ് ഈ അത്ഭുത നീരാളി എന്നുള്ള പുസ്തകം. ഇത് 1986 ഇതിന്റെ ഫസ്റ്റ് എഡിഷൻ ഇറങ്ങിയത്. അതിനുശേഷം ഒരു 2016 വരെയൊക്കെ ഇതിന്റെ എഡിഷൻസ് ഇറങ്ങിയിരുന്നു. പക്ഷെ പിന്നീട് ഒരു ബ്രേക്ക് വന്നു. പിന്നെ ഇപ്പോഴാണ് ഈ 2021 വീണ്ടും അത്ഭുത വാനരന്മാർ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ രണ്ട് കുട്ടികൾ, അപ്പുക്കുട്ടനും ഗോപിയുമാണ് ഈ കഥയിലെ നമ്മുടെ നായകന്മാർ. അപ്പോൾ ഇവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സ്കൂളിൽ നിന്നും ഒരു വിനോദയാത്രയ്ക്ക് പോകും. രാത്രിയിൽ ആ ബസ്, വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ആവും. അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് അപ്പോഴത്തേനും കുട്ടികളൊക്കെ പുറത്തിറങ്ങും, അധ്യാപകരും പുറത്തിറങ്ങും. പക്ഷെ അതിനുശേഷം ഈ ബസ് തിരിച്ചു പോകുമ്പോൾ ഈ രണ്ടുപേരും ആ ബസ്സിലില്ല. കാരണം ഏതോ ഒരു മായാലോകത്ത് അകപ്പെട്ട പോലെ ബസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഈ കുട്ടികൾ വഴിയിലൂടെ നടക്കുകയാണ്. നടന്ന് ഒരു വളവ് തിരിഞ്ഞ് ബസ് പിന്നീട് ഇവർക്ക് കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് ഇവർ എത്തുകയാണ്. പക്ഷെ ഇവർക്ക് തോന്നുന്നുണ്ട് നമ്മൾ ബസ്സിൽ നിന്നും കുറേ അകന്നു പോയല്ലോ. പക്ഷെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മറ്റാരോ തങ്ങളെ നിയന്ത്രിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് ഈ കുട്ടികൾക്ക് ഉള്ളത്. അങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ ഒരു കാറ് വരും. ആ കാറിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഡ്രൈവർ ഇല്ലാത്ത ഒരു കാറ്. നാട്ടിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടികൾ പിന്നെ ചെന്നെത്തുന്നത് പഞ്ചവൻകോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അത് ഡോക്ടർ റാണ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ പരീക്ഷണശാലയാണ്. അവിടെ വെച്ച് ഒട്ടും വിചാരിക്കാത്ത ഒരു കാര്യം സംഭവിക്കും. എന്താണെന്നറിയോ? കുരങ്ങുകളുടെ ദേഹത്തേക്ക് ഈ കുട്ടികളുടെ ആത്മാവിനെ പ്രവേശിപ്പിക്കും. ആലോചിച്ച് നോക്കിയേ, ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ട് വീണ്ടും മനുഷ്യക്കുട്ടികളാവുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ അത്ഭുത നീരാളി എന്ന് പറയുന്ന പുസ്തകം. ഓക്കെ, ഇതിൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ ലീലാവതി ടീച്ചർ, ഡോക്ടർ M ലീലാവതി, ഇതിൻ്റെ അവതാരിക വളരെ മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ജിജ്ഞാസ വർദ്ധിപ്പിക്കുക, ഉദ്വേഗമുണർത്തുക, വിസ്മയം വിജൃംഭിതമാക്കുക, ആരോഗ്യകരമായ മാനസിക ഭാവങ്ങൾ വികസിപ്പിക്കുക, ഭദ്രമായ ജീവിത വീക്ഷണം രൂപവൽക്കരിക്കുക മുതലായ ലക്ഷ്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് കുട്ടികൾക്കുള്ള ശാസ്ത്രീയ സങ്കല്പ കഥകൾ, സയൻസ് ഫിക്ഷൻ വിജയിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ഈ ന്യൂ ജനറേഷൻ കിഡ്സ് എന്ന് പറയും അല്ലേ? ഇതിന് വളരെ മനോഹരമായിട്ടുള്ളൊരു മലയാളം വാക്ക്, അല്ലെങ്കിൽ മലയാളത്തിൽ ഈ ന്യൂ ജനറേഷൻ കിഡ്സ്, ന്യൂജൻ കിഡ്സ് എന്നുള്ളത് എങ്ങനെ പറയാമെന്ന് ടീച്ചർ വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിമിഷം തോറും വികസിച്ചു കൊണ്ടിരിക്കുന്ന വിജ്ഞാന പ്രപഞ്ചത്തിലെ നവയുഗ കിശോര സമൂഹത്തിന്, നവയുഗ കിശോര സമൂഹം, ന്യൂ ജനറേഷൻ കിഡ്സ് എന്നുള്ളതിന് ടീച്ചർ ഉപയോഗിച്ചിരിക്കുന്ന മലയാളം പദങ്ങളാണ് നവയുഗ. രാമനാഥൻ 1961 രചിച്ച അപ്പുക്കുട്ടനും ഗോപിയും എന്ന കൃതിയിലും രൂപാന്തരപ്രാപ്തി എന്ന സങ്കല്പമാണ് വ്യത്യസ്തമായ രീതികളിൽ വർണ്ണ്യവിഷയമായി തീർന്നിരിക്കുന്നത്. കാഫ്കയുടെ മെറ്റമോർഫോസിസ് എന്ന കഥയിൽ ഒരു മനുഷ്യൻ ഒരു ഷഡ്പദമായി മാറുന്നതിന്റെ ദുരന്തമാണല്ലോ പ്രതിപാദ്യം. അപ്പുക്കുട്ടനും ഗോപിയും എന്ന ആദ്യ കൃതിയിൽ മനുഷ്യക്കുഞ്ഞുങ്ങൾ
ഉറുമ്പുകളാകുക എന്ന സങ്കല്പമാണ്. അപ്പൊ ഇതെല്ലാം ടീച്ചർ ഈ അവതാരികയിൽ പറഞ്ഞിരിക്കുകയാണ്. രാമനാഥൻ സാർ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് ഈ അവതാരികയിൽ വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു സമ്മറി അതിനെക്കുറിച്ച് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഫാന്റസിയാണ് അദ്ദേഹം ഇതിനകത്ത് അല്ലെങ്കിൽ ഇത്തരമായിട്ടാണ് സയൻസ് അദ്ദേഹം ഈ പുസ്തകങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ രാമനാഥൻ സാറിന്റെ മറ്റ് ബാലസാഹിത്യ കൃതികൾ ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് വായിച്ചേക്കാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം 1961 നേരത്തെ പറഞ്ഞ പോലെ പുറത്തിറങ്ങിയ അപ്പുക്കുട്ടനും ഗോപിയും, പിന്നെ കമാൻഡർ ഗോപി, ആമയും മുയലും ഒരിക്കൽ കൂടി, കണ്ണീർ മുത്തുകൾ, വിഷവൃക്ഷം, മാന്ത്രിക പൂച്ച, മുന്തിരിക്കുല, സ്വർണത്തിന്റെ ചിരി, കുട്ടികളുടെ ശാകുന്തളം, അത്ഭുത വാനരന്മാർ, എവിടെ നമ്മുടെ വാനരന്മാർ ഇതായിരിക്കുന്നു, പിന്നെ അജ്ഞാത ലോകം, സ്വർണമുത്ത്, രാജുവും റോണിയും. ഈ രാജുവും റോണിയും ആ പുസ്തകവും ഇപ്പൊ നമ്മുടെ മിന്നാമിനി ഇറക്കിയിട്ടുണ്ട്. അത് ഒരു കുട്ടിയും ആ കുട്ടിക്ക് കളഞ്ഞു കിട്ടുന്ന ഒരു പട്ടിക്കുട്ടിയും അവരുടെ ഒരു ബന്ധത്തിന്റെ കഥയാണ് രാജുവും റോണിയും എന്ന് പറയുന്ന പുസ്തകം. പിന്നെ നമ്മുടെ അത്ഭുത നീരാളി, അദൃശ്യ മനുഷ്യൻ, കളിമുറ്റം, ചെകുത്താന്മാർ സൂക്ഷിക്കുക, കുഞ്ഞുറുമ്പും കുളക്കോഴിയും, ടാഗോർ കഥകൾ, കുട്ടികൾക്ക് സ്നേഹപൂർവം. അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ. നമ്മുടെ ഈ പുസ്തകത്തിന്റെ വില 200 രൂപയാണ്. നമ്മുടെ അത്ഭുത നീരാളിയുടെ വില, അത്ഭുത വാനരന്മാർക്ക് 170 രൂപയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ പുസ്തകങ്ങൾ ഇതിന്റെ കോപ്പീസ് തീർന്നു പോകുന്നതിന് മുമ്പായി തന്നെ ഇത് വാങ്ങി നിങ്ങളുടെ കുട്ടികൾക്ക് സമ്മാനിച്ചു എന്ന് ഉറപ്പുവരുത്തുക. അവർ വായിച്ച് വളരട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. Keep reading. Bye.